കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് വരികയും അദ്ദേഹത്തിന്റെയും മുരീദന്മാരുടെയും ചില നിലപാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോ ഈ നിലപാടുകൾ കേരളത്തിന്റെ ആത്മീയ പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഷെയ്ഖ് ജിഫ്രി അതിന് ഇടപെട്ടിട്ട് ആത്മീയതയിൽ തസവുഫില് ഒരുപാട് തസവുഫ് എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായ നിലക്കായിരിക്കണം, അതിൽ വളവുകൾ ഉണ്ടാകാൻ പാടില്ല, തിരിവുകൾ ഉണ്ടാകാൻ പാടില്ല, വൈകല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിക്കുകയും ആ വൈകല്യങ്ങളുള്ള ത്വരീഖത്തുകളെ, ആ വൈകല്യങ്ങളുള്ള വഴികളെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ജനങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഹലറമി സദാത്യങ്ങളിൽ എടുത്തു പറയാവുന്ന ഒരാളാണ് ഷെയ്ഖ് ജിഫ്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു നവോത്ഥാന നായകൻ വന്നു എങ്കിൽ മഖ്ദൂമിങ്ങൾക്ക് ശേഷം എടുത്തു പറയാവുന്ന ഒന്നാമനാണ് കോഴിക്കോട് കുറ്റിച്ചിറയിലെ ഷെയ്ഖ് ജിഫ്രി. ഒരു മലയാളിയെ, ഒരു കേരളീയനെ അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ എഴുതപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഷെയ്ഖ് ജിഫ്രിയാണ്. 20ാമത്തെ വയസ്സിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഈ ഷെയ്ഖ് ജിഫ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന്റെ ആത്മീയ മണ്ഡലങ്ങളെ കല്ലും നെല്ലും പതിരും വേർതിരിച്ച് ഈ നാടിന് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. ഈ നാടിന് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല കേരളത്തിൽ ലോകത്തുടനീളം സാധാരണക്കാരായ മനുഷ്യരിലെ ആത്മീയമായ ഒരു പശ്ചാത്തലം ഒരുക്കിയ ഒരു സംഭവമാണ് അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ ഹദ്ദാദ് റാത്തീബ്. ഹദ്ദാദ് റാത്തീബ് എന്ന് പറയുന്നത് സാധാരണക്കാരെ ഇൽമിലേക്ക്, ആത്മീയതയിലേക്ക്, ദിക്റിലേക്ക് അടുപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഹദ്ദാദ് റാത്തീബ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ ഓരോ മഹല്ലുകളിലും ഓരോ സാധാരണക്കാരനും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഹദ്ദാദ് പതിവാക്കുന്ന വിധത്തിൽ അങ്ങനെ ഒരു പശ്ചാത്തലം കൊണ്ടുവന്നിട്ടുള്ള കേരളം കണ്ട മനുഷ്യനാണ് അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ മുരീദന്മാരിൽപ്പെട്ടിട്ടുള്ള മഹാനായ ഷെയ്ഖ് ജിഫ്രി. അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ പ്രമുഖരായ 2 ശിഷ്യർ, അദ്ദേഹത്തിന്റെ മക്കളാണ് ഹസൻ ബിൻ അബ്ദുല്ലാഹി ഹദ്ദാദ്, ഒന്ന് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ലാഹി ഹദ്ദാദ്. ഇവർ 2 പേരും ഹദ്ദാദ് മഹാന്മാരായ സൂഫികളായിരുന്നു, ബാലവി തുരീഖയുടെ മഹാന്മാരായിരുന്നു. ഷെയ്ഖ് ജിഫ്രിയുടെ ഉപ്പയുടെ ഉപ്പയും അബ്ദുല്ലാഹി ഹദ്ദാദിന്റെ മുരീദന്മാരാണ്. അതേപോലെ തന്നെയാണ് ഷെയ്ഖ് ജിഫ്രി എന്ന് പറയുന്നത് കേരളത്തിൽ ഹദ്ദാദ് റാത്തീബ് നേരിട്ട് കൊണ്ടുവരികയും ഇവിടെ അതിന്റെ ഒരു ജനകീയത എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. അഥവാ സാധാരണക്കാരായ ആളുകളെ ആത്മീയതയിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഒരു സംവിധാനത്തിന് ഷെയ്ഖ് ജിഫ്രി ഇവിടെ തുടക്കം കുറിച്ചു. അദ്ദേഹത്തിന്റെ മുരീദന്മാരെടുത്തു കഴിഞ്ഞാൽ അറിയാം. മമ്പുറം തങ്ങൾ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന സമരങ്ങളുടെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിട്ട് വാഴ്ത്തപ്പെടുന്നയാളാണ്. സത്യത്തിൽ മമ്പുറം തങ്ങൾ കേരളത്തിൽ വരുന്നത് തന്റെ ഷെയ്ഖായിട്ടുള്ള, തന്റെ ഗുരുവര്യരായിട്ടുള്ള, തന്റെ മാതുലനായിട്ടുള്ള ഷെയ്ഖ് ജിഫ്രിയെ കാണാൻ വേണ്ടിയാണ്. ഷെയ്ഖ് ജിഫ്രിയുടെ ശിഷ്യത്വം സ്വീകരിക്കാനും ഷെയ്ഖ് ജിഫ്രിയുടെ കൂടെ സഞ്ചരിക്കാനും വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തിനു വേണ്ടി കൂടിയാണ് മമ്പുറം തങ്ങൾ കേരളത്തിലെത്തുന്നത്. മാത്രമല്ല വെളിയങ്കോട് ഉമർ ഖാദി മമ്പുറം തങ്ങളുടെ മുരീദ. വെളിയങ്കോട് ഉമർ ഖാദിയുടെ പിതാവുണ്ട് ഖാദിയാരകത്ത് ആലി മുസ്ലിയാർ. ഈ ഖാദിയാരകത്ത് ആലി മുസ്ലിയാർ ഷെയ്ഖ് ജിഫ്രിയുടെ മുരീദായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇതിനെ ജനകീയമാക്കുകയാണ് ഈ ഹലറമി സാദാത്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോ സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങൾ, മമ്പുറം തങ്ങളുടെ മകനായിട്ടുള്ള സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങൾ ഹദ്ദാദ് റാത്തീബിന് മനോഹരമായ ഒരു വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാന ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ എന്റെ ഗുരുവര്യരായിട്ടുള്ള ഷെയ്ഖ് ജിഫ്രി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് ജിഫ്രിയുടെ കവിതകൾ ധരിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആത്മീയമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയും ഹദ്ദാദ് പോലെയുള്ള
ജനകീയമായ ദിക്റുകളെയും ഉറുദുകളെയും വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഷെയ്ഖ് ജിഫ്രി എന്ന ആ വലിയ മനുഷ്യൻ നിർവഹിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഹദ്ദാദ് റാത്തീബിന് ഒരു പ്രത്യേകത. ഹദ്ദാദ് റാത്തീബ് തുടങ്ങിയത് യമനിൽ സെയ്ദിയ ഷിയാക്കളുടെ അതിശക്തമായ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോ അതിൽ നിന്ന് സാധാരണക്കാരായ വിശ്വാസികൾക്ക് ആശ്വാസം നൽകാനുള്ള ഒരു ആധ്യാത്മികമായ വഴിയായിട്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റാത്തീബ് ഉണ്ടായിട്ടുള്ളത്. ഇതേ പശ്ചാത്തലമാണ് കേരളത്തിൽ വഹാബിസം വരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ പറയാം, ആദ്യമായി വഹാബിസത്തിനെതിരെ ശബ്ദിച്ചിട്ടുള്ള ഇന്ത്യൻ പണ്ഡിതനാണ് ഷെയ്ഖ് ജിഫ്രി. അദ്ദേഹത്തിന്റെ ഇർഷാദാത്തുൽ ജിഫ്രിയ എന്ന ഗ്രന്ഥമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വഹാബി ആശയങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് ഇടപെട്ടിട്ടുള്ള ഇന്ത്യൻ പണ്ഡിതനാണ്, മലയാളിയാണ്, കേരളീയനാണ് ഷെയ്ഖ് ജിഫ്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇർഷാദാത്തുൽ ജിഫ്രിയ ബിദ്അത്തിനെ എങ്ങനെ മുസ്ലിം സമൂഹം കൈകാര്യം ചെയ്യണമെന്ന് ഈ നാടിന് ആദ്യമേ പഠിപ്പിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ബാലവി, ഖാദിരി, ത്വരീഖകളുടെ ഷെയ്ഖായിരുന്നു അദ്ദേഹം. മമ്പുറം തങ്ങളുടെ ആധ്യാത്മിക ഷെയ്ഖായിരുന്നു അദ്ദേഹം. ഉമർ ഖാദിയുടെ ഗുരുവര്യരായിരുന്നു അദ്ദേഹം. അതുപോലെ വെല്ലൂരിലെ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഹസ്രത്തിന്റെ അവരുടെ ഉപ്പയുടെ അവരുടെ ആ കുടുംബത്തിന്റെ ഷെയ്ഖായിരുന്നു അദ്ദേഹം. ഇങ്ങനെ വലിയ ഒരു ശൃംഖല അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും ആധ്യാത്മിക രംഗത്ത് വരുന്ന കള്ളനാണയങ്ങൾ. ഇപ്പൊ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് വരികയും അദ്ദേഹത്തിന്റെയും മുരീദന്മാരുടെയും ചില നിലപാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോ ഈ നിലപാടുകള് കേരളത്തിന്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞു. ഈ നിലപാടുകൾ കേരളത്തിന്റെ ആത്മീയ പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോ ഷെയ്ഖ് ജിഫ്രി അതിന് ഇടപെട്ടിട്ട് ആത്മീയതയിൽ തസവുഫില് ഒരുപാട്, തസവുഫ് എന്ന് പറയുന്നത് അതിന്റെ കൃത്യമായ നിലക്കായിരിക്കണം, അതിൽ വളവുകൾ ഉണ്ടാകാൻ പാടില്ല, തിരിവുകൾ ഉണ്ടാകാൻ പാടില്ല, വൈകല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിക്കുകയും ആ വൈകല്യങ്ങളുള്ള ത്വരീഖത്തുകളെ, ആ വൈകല്യങ്ങളുള്ള വഴികളെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ജനങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ബോധവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതൊരു ഭാഗത്ത്. ഒരു ഭാഗത്ത് ജനങ്ങളുടെ ആത്മീയ വളർച്ച, രണ്ടാമത്തത് ബിദ്അത്തിനെതിരെയുള്ള അതിശക്തമായ ഇടപെടലുകൾ, മൂന്നാമത്തത് തസവൂഫിലെ തന്നെ കള്ളനാണയങ്ങൾക്കെതിരെയുള്ള ഇടപെടലുകൾ, മൂന്നാമത്തത് സാമൂഹിക നിർമ്മിതി. ഇതൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് ഇവിടെയുള്ള ഇതര മതസമൂഹങ്ങളെ ചേർത്തു പിടിക്കുന്നതിൽ, ഭരണകൂടങ്ങളുമായി രമ്യതയിൽ പെരുമാറുന്നതിൽ ഫതഹ് അലി ടിപ്പു സുൽത്താൻ ഷെയ്ഖ് ജിഫ്രിയുടെ മുരീദാണ്. അതേപോലെ തന്നെയാണ് കേരളത്തിൽ സാമൂതിരിയുടെ അന്ന് നമ്മുടെ സാമൂതിരിയായിരുന്ന, കോഴിക്കോട്ടെ സാമൂതിരിയായിരുന്ന മാനാവിക്ര സാമൂതിരി, അദ്ദേഹം കോഴിക്കോട് ഭരിച്ചിരുന്ന കാലത്ത് ഷെയ്ഖ് ജിഫ്രി വരുമ്പോ സാമൂതിരിയുടെ കോവിലകത്ത് നിന്ന് നോക്കിയാൽ കാണത്തക്ക വിധത്തിലാണ് കോഴിക്കോട്ടെ ജിഫ്രി ഹൗസ് നിലകൊള്ളുന്നത്. മാത്രല്ല, ടിപ്പു സുൽത്താൻ കേരളത്തിൽ വരുന്നു, കോഴിക്കോട്ടെ ടിപ്പു സുൽത്താൻ വരുന്നു. ആ സമയത്ത് സാമൂതിരി, മാനവിക്രമൻ ഇവിടെയുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ടിപ്പു സുൽത്താൻ പറയുന്ന ഒരു രംഗമുണ്ട്. ശംസുലമ തന്റെ 60-ാം വാർഷിക സമസ്തയുടെ 60-ാം വാർഷിക പ്രഭാഷണങ്ങളിൽ, ഉദ്ഘാടന പ്രഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ജനങ്ങളെ, ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ, സാമൂഹികമായ സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന, അഹ്ലുസുന്ന വൽ ജമാ വിഭാവനം ചെയ്യുന്ന പാരമ്പര്യ ഇസ്ലാമിന്റെ ഈ വഴി നിലനിൽക്കണം. നിങ്ങൾ നോക്കൂ, കോഴിക്കോട്ടെ മാനാഞ്ചിറക്കുളം നോക്കൂ. ആ മാനാഞ്ചിറക്കുളം എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾക്കറിയില്ലേ? ആ മാനാഞ്ചിറക്കുളം ഷെയ്ഖ് ജിഫ്രി സ്ഥാനം നോക്കിയിട്ട് ശുദ്ധജലത്തിന് ക്ഷാമം ബാധിച്ച കോഴിക്കോട്ടങ്ങാടിയിൽ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ ഒരു കുളം കുഴിക്കൂ, ഇവിടെ നമുക്ക് ശുദ്ധജലം കിട്ടുമെന്ന് പറഞ്ഞ് കുളം കുഴിക്കാൻ ഷെയ്ഖ് ജിഫ്രി നിർദ്ദേശം നൽകുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം സാമൂതിരി നൽകുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ചെലവുകൾ ടിപ്പു സുൽത്താൻ വഹിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയിട്ടുള്ള നാടാണ്, ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഉണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യത്തിന്റെ വഴിയാണ് നമ്മുടെ വഴി എന്ന്
മഹാനായ ശംസുലമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ നാടിന്റെ അടയാളങ്ങളെ, നമ്മുടെ നാടിന്റെ ഇന്നലകളെ വളരെ മനോഹരമായ രീതിയിൽ അവർ അടയാളപ്പെടുത്തുകയും ഇങ്ങനെയാകണം പോകേണ്ടത് എന്ന് പറയുകയും ചെയ്തു.